അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ഇഅ്ജാസുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മുഅ്ജിസത്ത് ആകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് അവരുടെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്താനായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അമാനുഷിക കഴിവുകൾ, അതാണ് മുഅ്ജിസത്ത്. പല നബിമാർക്കും പല മുഅ്ജിസത്തുകളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്ത് മരിച്ചവരെ പുനർജനിപ്പിക്കുക, ജന്മനാൽ കാഴ്ചശക്തി ഇല്ലാത്തവരെയും കേൾവിശക്തി ഇല്ലാത്തവരെയും വെള്ളപ്പാണ്ട് രോഗികളെയും കുഷ്ഠരോഗികളെയും ഒക്കെ ശിഫയാക്കുക. ഇങ്ങനെയുള്ള ഒരു മുഅ്ജിസത്തായിരുന്നു ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല നൽകിയിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകിയത് ഒരു വടി അടിച്ചാൽ അത് പാമ്പാവുക. അതുപോലെ ഓരോ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നബി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അല്ലാഹു തആല പല മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇസ്റാ മിഅ്റാജ് നബി തങ്ങളുടെ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ്. അവിടുത്തെ പരിശുദ്ധ കയ്യിൽ നിന്ന് ഉറവ വന്നത് വലിയൊരു മുഅ്ജിസത്താണ്. അവിടുത്തെ ഉമിനീര് തട്ടിയ ഭക്ഷണം ഇരട്ടിച്ചത് ഒരു മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് തട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിഷമേറ്റ സ്ഥലത്ത് പൂർണ്ണമായി ശിഫയായതും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് ശമനം ലഭിച്ചതും, ഇങ്ങനെ ധാരാളം മുഅ്ജിസത്തുകൾ നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്തുകളെല്ലാം ആ സമയത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയുകയും അവർക്ക് അവരുടെ വിശ്വാസം ഇരട്ടിക്കുകയും വിശ്വാസമില്ലാത്ത പല ആളുകൾക്കും വിശ്വാസം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു മുഅ്ജിസത്ത് അല്ലാഹു തആല ഇവിടെ ബാക്കി വെച്ചു. അത് ഏതാണ്? പരിശുദ്ധ ഖുർആനാകുന്ന മുഅ്ജിസത്ത്. നബി തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും മഹത്തായതും പരിശുദ്ധമായ ഖുർആനാകുന്നു. നേരത്തെ പറഞ്ഞ മുഅ്ജിസത്തുകളെല്ലാം അമാനുഷിക കാര്യങ്ങളാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇസ്റാ മിഅ്റാജ് വലിയ അത്ഭുതമാണ്. കയ്യിൽ നിന്ന് ഉറവ വരൽ വലിയ അത്ഭുതമാണ്. ഭക്ഷണം ഇരട്ടിക്കൽ വലിയ അത്ഭുതമാണ്. എന്നാൽ അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാണത് ഉൾക്കൊള്ളേണ്ടത്? അതേക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഖുർആനിൻ്റെ അമാനുഷികത പല കാര്യങ്ങളിലൂടെ ബോധ്യപ്പെടുന്നതാണ്. ഒന്നാമതായി ഖുർആനിൻ്റെ ആ വേറിട്ട ആ പാരായണ ശൈലി തന്നെയാണ്. ഖുർആനിൻ്റെ ഈ പ്രത്യേകമായ പാരായണ ശൈലി മറ്റു ഒരു ഗ്രന്ഥത്തിനും ഇല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ആ വശ്യമായ ആ പാരായണ ശൈലി കേട്ടുകഴിഞ്ഞാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അറബികളും അനറബികളുമെല്ലാം അതിൽ ലയിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കേട്ടാൽ മടുപ്പ് വരാത്ത, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാരായണ ശൈലിയാണ് പരിശുദ്ധ ഖുർആന് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് തന്നെ ഈ ഖുർആനിൻ്റെ ആ പാരായണ ശൈലി ആസ്വദിച്ചിട്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പെങ്ങൾ മുസ്ലിമായ വിവരം അറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരിയെ വകവരുത്താനായി അവരുടെ വീട്ടിലേക്ക് നേരെ പോവുകയാണ്. സഹോദരിയുടെ വീടിനടുത്തെത്തിയപ്പോൾ ആ വീടിനകത്ത് നിന്ന് നല്ല ഭംഗിയുള്ള ഖുർആൻ പാരായണം, ത്വാഹാ സൂറത്തിൻ്റെ നല്ല ശൈലിയിലുള്ള പാരായണം ഇങ്ങനെ കേൾക്കുകയാണ്. കുറേ നേരം താൻ വന്നത് എന്തിനാണെന്ന് പോലും മറന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഖുർആനിൽ ലയിച്ചുപോയി. പിന്നീട് അദ്ദേഹം മുസ്ലിമാവാനുള്ള കാരണം തന്നെ
ഈ ഖുർആനിൻ്റെ ആ ആസ്വാദനമായിരുന്നു. ഇങ്ങനെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ട് ഇസ്ലാമിലേക്ക് വന്ന ധാരാളം ചരിത്ര സംഭവങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത. ഒന്നാമത് നമുക്കതിൻ്റെ പാരായണ ശൈലി തന്നെ ഉദാഹരണമായി പറയാം. രണ്ടാമത് നാം പറയുകയാണെങ്കിൽ ഖുർആനിൻ്റെ സാഹിത്യ സമ്പുഷ്ടത. ഖുർആൻ ഒരു സാഹിത്യ ഗ്രന്ഥമാണ്. നേരത്തെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും മുഅ്ജിസത്ത് നാം പറഞ്ഞു. ഓരോ കാലഘട്ടത്തിലും മുഅ്ജിസത്ത് കൊടുക്കുമ്പോൾ അല്ലാഹു തആലയുടെ ഒരു ഹിക്മത്ത് അതിലുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വൈദ്യന്മാർ ധാരാളം ഉണ്ടായിരുന്നു. ഏതു രോഗത്തിനും ചികിത്സിക്കുന്ന വിദഗ്ധരായ വൈദ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ ആ വൈദ്യന്മാരെ വെല്ലുവിളിക്കുന്ന ഒരു മുഅ്ജിസത്താണ് ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുത്തത്. അത് കണ്ടപ്പോൾ വൈദ്യന്മാർക്ക് മനസ്സിലായി ഇത് സാധാരണ കാര്യമല്ല. അങ്ങനെ ആ മുഅ്ജിസത്തിൻ്റെ പ്രസക്തി അവർക്ക് ബോധ്യപ്പെട്ടു. ഇതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മാരണം, മാന്ത്രിക വിദ്യ, ഈ കാര്യത്തിൽ വലിയ വൈദഗ്ധ്യം നേടിയ ആളുകൾ ഉണ്ടായിരുന്നു. ധാരാളം സാഹിറുകൾ, മന്ത്രവാദികൾ. ഇവരുടെ മുന്നിലേക്കാണ് അവരെ വെല്ലുവിളിക്കുന്ന ഒരു മുഅ്ജിസത്ത്, അഥവാ വടി നിലത്തിട്ടാൽ പാമ്പാക്കുക. പ്രത്യക്ഷത്തിൽ മാന്ത്രിക വിദ്യ പോലെ തോന്നും. എന്നാൽ മാന്ത്രികർക്ക് മനസ്സിലാകും ഇത് മാന്ത്രിക വിദ്യയല്ല, ഇത് ഒറിജിനലാണെന്ന് മനസ്സിലാകും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ഏതിലാണോ മികവുള്ളത് അതിനെ വെല്ലുവിളിക്കുന്ന മുഅ്ജിസത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ വലിയ മികവുള്ള ആളുകളായിരുന്നു. വെറുതെ സംസാരിച്ചാൽ തന്നെ അതിൽ സാഹിത്യമുണ്ടാകുന്നു. മദ്യപിച്ച് ലഹരിക്കടിമപ്പെട്ട് എന്തെങ്കിലും പാടിയാൽ തന്നെ അത് വലിയ സാഹിത്യ കൃതിയായി മാറിയിരുന്ന സാഹിത്യകാരന്മാരായ അറബികൾ അന്നുണ്ടായിരുന്നു. ഇവരുടെ മുന്നിലേക്കാണ് അവരെ വെല്ലുവിളിക്കുന്ന വലിയ ഒരു സാഹിത്യ ഗ്രന്ഥം അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. അവിടെയാണ് ഹക്കീമായ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഗ്രന്ഥം ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്ക് മുന്നിൽ അല്ലാഹു തആല ഉമ്മിയായി ആദ്യം പരിചയപ്പെടുത്തിയത്. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്തും വായനയും അറിയാം. അത് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. എഴുത്തും വായനയും എന്നല്ല, ലോകത്തുള്ള എല്ലാ ഭാഷയും ആ കാലഘട്ടത്തിൽ ഏതൊക്കെ നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് നബിയോട് സംസാരിച്ചാലും ആ ഭാഷകളൊക്കെ അവിടത്തേക്ക് മനസ്സിലായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ നബി തങ്ങൾ അക്ഷരമറിയാത്ത, എഴുത്തും വായനയും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ അവർക്ക് മുന്നിൽ നബി തങ്ങൾ പാഠശാലയിൽ പോയിട്ടില്ല, എഴുത്തും വായനയും അറിയില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആ നാട്ടിലെ വലിയ സാഹിത്യകാരന്മാർക്ക് പോലും പിടികിട്ടാത്ത തരത്തിൽ വലിയ ഒരു സാഹിത്യ ഗ്രന്ഥം അവിടെ അവതരിപ്പിക്കുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തി ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണെന്ന് ബോധ്യപ്പെടും. അത്രയും വലിയ സാഹിത്യ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടാത്തത് അറബി സാഹിത്യത്തെക്കുറിച്ചും മറ്റും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അന്ന് വലിയ സാഹിത്യകാരനായ വലീദ് ഇബ്നു മുഗീറ നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. തന്നെ എതിർക്കാൻ വന്ന വലീദ് ഇബ്നു മുഗീറയെ അവിടെ പിടിച്ചിരുത്തി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് പാരായണം ചെയ്തു കൊടുത്തപ്പോൾ വലീദ് ഇബ്നു മുഗീറ ശരീരമാകെ വിറക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിർത്തൂ എന്ന് പറഞ്ഞ് നബി തങ്ങളോട് നിർത്താൻ ആവശ്യപ്പെട്ട് അദ്ദേഹം തിരിച്ചുപോയി. ഈ സംഭവം അറിഞ്ഞ് അയാളുടെ അടുത്തേക്ക് അബൂജഹൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബിയെ വെല്ലുവിളിക്കാൻ വേണ്ടി പോയ വിവരം ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമല്ല എന്നും അത് ഒരു കവിതയാണെന്നും മാരണമാണെന്നുമൊക്കെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയണമെന്ന് അബൂജഹൽ വലീദ് ഇബ്നു മുഗീറയോട് പറഞ്ഞപ്പോൾ വലീദ് ഇബ്നു മുഗീറ അന്ന് കാഫിറാണ്, അറിയപ്പെട്ട സാഹിത്യകാരനാണ്. അയാൾ അബൂജഹലിനോട് പറഞ്ഞു, ഇല്ല, ഒരിക്കലും എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. ഈ നാട്ടിൽ എന്നേക്കാൾ കൂടുതൽ കവിതയെക്കുറിച്ച് അറിയുന്നവർ ഇല്ല. ജിന്നുകളുടെ കവിതകൾ വരെ എനിക്കറിയാം.
കവിതകളുടെ എല്ലാ നിയമങ്ങളും എനിക്കറിയാം. എന്നാൽ മുഹമ്മദ് നബി പാരായണം ചെയ്യുന്നത് ഇതിൽപ്പെട്ട ഒന്നും അല്ല, അത് എന്തോ ഒരു രഹസ്യമാണ് എന്ന് പറഞ്ഞ് വലീദ് ബിൻ മുഗീറ അബൂജഹലിനെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഖുർആനിൻ്റെ അമാനുഷികത വെളിവാക്കുന്ന മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഖുർആനിൻ്റെ വെല്ലുവിളി തന്നെയാണ്. ഖുർആൻ വെല്ലുവിളിച്ചു, ഖുർആൻ പോലെ തുല്യമായ ഒരു വേദഗ്രന്ഥം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു 10 സൂറത്ത് കൊണ്ടുവരിക. അതിനും കഴിയില്ലേ, ഒരു സൂറത്തെങ്കിലും ഖുർആനിൻ്റെ സൂറത്തിനോട് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് കഴിവുള്ള എല്ലാവരെയും വിളിക്കാം, മനുഷ്യരെയും ജിന്നുകളെയും എല്ലാ ജീവികളെയും വിളിക്കാം, നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇതുവരെ നിലനിൽക്കുന്നു. ഒരാൾക്കും അതിന് ഉത്തരം ചെയ്യാൻ, ആ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം നാൾ വരെ ആ വെല്ലുവിളി സ്വീകരിക്കപ്പെടാതെ തന്നെ നിലനിൽക്കും എന്ന വിഷയത്തിൽ യാതൊരു തർക്കമില്ല. എത്രയോ വലിയ വലിയ സാഹിത്യകാരന്മാർ കഴിഞ്ഞുപോയി, പലരും ശ്രമിച്ചു നോക്കി, പരാജയപ്പെട്ടു. ഇന്ന് വരെയും ആ ഖുർആനിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താതെ, അതിലെ ആശയങ്ങൾ മാറ്റം വരാതെ ഏത് കാലത്തും അനുയോജ്യമായ നിലയിൽ ഖുർആൻ നിലനിൽക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ 2-3 വർഷം കൂടുമ്പോൾ അത് പരിഷ്കരിക്കാറുണ്ട്. കാരണം എന്താ? അതിലെ ന്യൂനതകൾ അത് എഴുതിയവർക്ക് തന്നെ ബോധ്യപ്പെടും, അത് മാറ്റം വരുത്തും. എന്നാൽ ഖുർആനു ഷരീഫ് ഇതുവരെ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല, അത് മാറ്റം വരുത്തുകയും ഇല്ല. ഏത് കാലത്തോടും പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ യോജിക്കുന്നുണ്ട്. ഇനി ഖുർആനിൻ്റെ അമാനുഷികത ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് പുലർന്ന പ്രവചനങ്ങൾ. ഖുർആൻ ധാരാളം പ്രവചനങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായതായി കണ്ടിട്ടും ഉണ്ട്. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ മക്ക വിജയത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. മക്ക വിജയം നടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഖുർആനിക ആയത്തുകൾ ഇറക്കി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൂറത്തു റൂമിൽ അല്ലാഹു തആല റോമിൻ്റെ വിജയത്തെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ട്. റോം സാമ്രാജ്യം ശക്തമായി പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരിക്കലും റോം സാമ്രാജ്യം ഇനി തിരിച്ചു വരില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നു, അടുത്ത കാലത്ത് തന്നെ റോം സാമ്രാജ്യം വിജയം വരിക്കുമെന്ന്. ഖുർആനിൻ്റെ പ്രവചനം സത്യമായി പുലരുകയാണ്. അധികം വൈകാതെ തന്നെ റോം സാമ്രാജ്യം ശക്തിയാർജിച്ച് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി വിജയം വരിക്കുകയാണ് ഉണ്ടായത്. ഈ സത്യമായ പ്രവചനം അന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പ്രവചനം നടത്തിയിട്ടുണ്ട്. ഖുർആനിൻ്റെ അമാനുഷികത ബോധ്യപ്പെടുത്താൻ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങളാണ്. ഇന്ന് നാം അറിയുന്ന, അനുഭവിക്കുന്ന പല ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളും പരിശുദ്ധ ഖുർആൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളവയാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയുടെ ഭ്രൂണ പരിണാമത്തെക്കുറിച്ച് പൂർണ്ണമായ വിവരം ഭ്രൂണശാസ്ത്രം പ്രഖ്യാപിച്ചത് 1945-ലാണ്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച ഖുർആനിൽ ഈ സത്യം പറയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലരും ഈ സത്യം മനസ്സിലാക്കി, ഈ ആയത്ത് മാത്രം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. എന്താണ് പറയുന്നത്? വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. മനുഷ്യനെ നാം പടച്ചത് മണ്ണിൽ നിന്നാണ്, പിന്നീട് സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, പിന്നീട് നാം അതിനെ ബീജമാക്കി പ്രത്യേകമായ സുരക്ഷിതമായ ഒരു ഇടത്ത് സ്ഥാപിച്ചു. ആ സുരക്ഷിതമായ ഇടം ഉമ്മയുടെ ഗർഭപാത്രമാണ്. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ, പിന്നീട് നാം ആ ബീജത്തെ അലഖത്താക്കി മാറ്റി. അലഖത്ത് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം എന്നാണ്. സാധാരണ രക്തത്തിന് ദമ് എന്നാണല്ലോ ഉപയോഗിക്കുക. ഇവിടെ രക്തപിണ്ഡത്തിന് അലഖത്ത് എന്ന പദമാണ് ഉപയോഗിച്ചത്. അലഖ് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ് അർത്ഥം. അട്ടയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. എവിടെയെങ്കിലും കടിച്ച് പിടിച്ചാൽ അതിനെ
വലിച്ചെടുക്കൽ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണല്ലോ അട്ടക്കുള്ളത്. ആ പദമാണ് ഇവിടെ രക്തപിണ്ഡത്തിന് അല്ലാഹു തആല ഉപയോഗിച്ചത് എന്നത് ഒരു ചിന്തിക്കാനുള്ള കാര്യമാണ്. ഈ രക്തപിണ്ഡത്തെക്കുറിച്ച് ഇന്ന് ഭ്രൂണശാസ്ത്രം പറയുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രക്തപിണ്ഡമായാണ് ബീജത്തിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് ഇന്ന് ശാസ്ത്രം പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആ വാക്ക് നമ്മുടെ മനസ്സിൽ വല്ലാതെ തട്ടുകയാണ്. പിന്നീട് അല്ലാഹു തആല പറയുന്നു, ഫഖലഖ്നൽ അലഖത മുളുഗത്തൻ, മുളുഗത്താക്കി മാറ്റി. ആ രക്തപിണ്ഡത്തെ നാം മാംസപിണ്ഡമാക്കി മാറ്റി. മാംസപിണ്ഡത്തിന് ഉപയോഗിച്ച അറബി വാക്കും ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മുളുഗത്ത് എന്ന് പറഞ്ഞാൽ ചവച്ചരച്ച മാംസപിണ്ഡം എന്നാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഇന്ന് ഭ്രൂണശാസ്ത്രം പറയുന്നത്. ചവച്ചരച്ച മാംസപിണ്ഡം പോലെയാണ് പിന്നീടുള്ള അവസ്ഥ. ഫഖലഖ്നൽ മുളുഗത ഇളാമൻ, എന്നിട്ട് ആ മാംസപിണ്ഡത്തെ നാം എല്ലുകളാക്കി രൂപാന്തരപ്പെടുത്തി. ഫകസൗനൽ ഇളാമ ലഹ്മൻ, എന്നിട്ട് ആ എല്ലുകൾക്ക് മീതെ നാം മാംസം കൊണ്ട് ആവരണം ചെയ്തു കൊടുത്തു. ഇങ്ങനെ തന്നെയാണ് ഇന്ന് ഭ്രൂണശാസ്ത്രം പറയുന്നത്. രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി, മാംസപിണ്ഡത്തിൽ നിന്ന് എല്ലുകൾ ഉത്ഭവിച്ചു. ആ എല്ലുകൾക്ക് മീതെ പേശികൾ വന്ന് ചേർന്ന് അത് ഒരു മനുഷ്യരൂപമായി തീർന്നു എന്നതാണ് ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിന് ഒരു വഴിയും തുറക്കാത്ത കാലത്ത്, എന്താണ് ഭ്രൂണശാസ്ത്രമെന്നോ എന്താണ് കണ്ടുപിടുത്തമെന്നോ അറിയാത്ത ആ കാലത്ത് ലോകത്തിനു മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ രഹസ്യം. ഇങ്ങനെ എത്രയെത്ര ശാസ്ത്രീയ സത്യങ്ങളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല പറയുന്നില്ലേ, മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ നാം വിട്ടയച്ചിരിക്കുന്നു. രണ്ട് വെള്ളങ്ങൾ ഒരു ബക്കറ്റിൽ ഒഴിച്ചാൽ എന്താണ് അവസ്ഥ? നാം ചിന്തിച്ചു നോക്കൂ. രണ്ട് വെള്ളങ്ങൾ തമ്മിൽ കൂടിക്കലരില്ലേ? കുറച്ച് ഉപ്പുവെള്ളവും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര വെള്ളവും, അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളവും ഉപ്പുവെള്ളവും രണ്ടും കൂടി ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലോ ഒഴിച്ചാൽ എന്താകും അവസ്ഥ? രണ്ടും കൂടിക്കലരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു, രണ്ട് സമുദ്രങ്ങളെ, രണ്ട് ജലാശയങ്ങളെ നാം വിട്ടയച്ചു, എന്നാൽ അവ രണ്ടും കൂടിച്ചേരുന്നില്ല. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, അവ രണ്ടും കൂടിച്ചേരാതിരിക്കാൻ അവയുടെ ഇടയിൽ ഒരു തടസ്സം ഉണ്ട്. ഇന്ന് ഈ കാര്യം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. എന്നാൽ ഇതേക്കുറിച്ചൊന്നും പഠനം നടക്കാത്ത കാലഘട്ടത്തിൽ സമുദ്രങ്ങളെയും മറ്റു ജലാശയങ്ങളെയും ഒക്കെ പടച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നടക്കുന്ന കാര്യമെന്തെന്ന് അവൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മെ അറിയിച്ചിരിക്കുന്നു. അതുപോലെ സൂറത്തു യാസീനിൽ ഗോളശാസ്ത്ര സംബന്ധമായ ധാരാളം സത്യങ്ങൾ ഖുർആൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നരകത്തിലെ അദാബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെടുത്ത് കാണാം, അവർക്ക് അഥവാ നരകാവകാശികൾക്ക് പുതിയ തൊലികൾ നാം ഉണ്ടാക്കി കൊടുക്കും. അതായത് നരകത്തിൽ കിടന്ന് കത്തിച്ചാമ്പലാകുന്ന സമയത്ത് വേദന അനുഭവിക്കണമെങ്കിൽ അവർക്ക് തൊലി വേണം. തൊലിയിലാണ് വേദന അറിയാനുള്ള ആ കഴിവ് ഉള്ളത് എന്ന് ശാസ്ത്രം ഇന്ന് പറയുന്നു. എന്നാൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ ഈ സത്യം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നാം പരിശോധിക്കുകയാണെങ്കിൽ, പഠനം നടത്തുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ കാണാൻ കഴിയും. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഖുർആനിനെക്കുറിച്ച് ഇനിയും നാം പഠനം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പരിശുദ്ധ ഖുർആൻ ഇത്രയും വലിയ ബൃഹത്തായ ഗ്രന്ഥം അല്ലാഹു നമുക്ക് തന്നത് നമ്മെ നേർവഴിക്ക് കൊണ്ടുപോകാനാണ്. ഈ ഖുർആനിൻ്റെ അവകാശികളാണെന്ന് നാം അഭിമാനിക്കുന്നതിന് പുറമെ അതനുസരിച്ച് നാം ജീവിക്കുന്നുണ്ടോ, അത് പാരായണം ചെയ്യുന്നുണ്ടോ, അതിനോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കണം. ബുദ്ധിജീവികളായ പലരും പറഞ്ഞു, ഖുർആനാകുന്ന ഇത്രയും വലിയൊരു അത്ഭുത ഗ്രന്ഥം ഉണ്ടായിട്ടും എന്തേ പല മുസ്ലിങ്ങളും ഇങ്ങനെ പിഴച്ചു പോകുന്നത് എന്ന്. നാം മനസ്സിലാക്കേണ്ടത്, ആ ഖുർആനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരും ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തവരുമാണ് ഈ പിഴച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഖുർആനിലേക്ക് ലയിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൂട്ടുകാരനാവണം. നിത്യവും ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൻ്റെ യഥാർത്ഥ അസ്ഹാബിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതോടുകൂടെ നമ്മുടെ രണ്ടാമത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗങ്ങൾ മുഴുവനായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുകയും വേണം.